ഓരോ മനുഷ്യനിലും ഒരു അവന് അല്ലെങ്കിൽ അവൾക്ക് മാത്രം സ്വന്തമായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് യുണീക്കായ സീബ്ര ലൈൻ, അത് ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന യുണീക്ക് പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ തിരിച്ചറിയുക എന്നതാണ് സക്സസ് എന്നതിൻ്റെ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും ഒരുമിച്ച് ചേരുക എന്നുള്ളതല്ല, ഇൻഫർമേഷനെ എൻ്റർടൈൻമെൻ്റ് ആക്കി ഉൾക്കൊള്ളുക എന്നുള്ളത്, എൻ്റർടൈൻമെൻറ്റിൽ ഒരു ഇൻഫർമേഷൻ തിരിച്ചറിയുക എന്നുള്ളത് അതും പ്രധാനപ്പെട്ടതാണ്. തോൽക്കാൻ തയ്യാറാകാത്ത ആരും ഇതുവരെ ജയിച്ചിട്ടില്ല. ഒരു മത്സരത്തിൽ ജയിക്കണമെങ്കിൽ മത്സരിച്ചേ പറ്റൂ, മത്സരിക്കണമെങ്കിൽ തോൽക്കാൻ കൂടി തയ്യാറായേ പറ്റൂ. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ആരെയെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഗാന്ധിജിയാണ്. പലപ്പോഴും ജീവിതത്തിൽ കൈമോശം വന്നു പോവുകയും തിരികെ പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ആ രീതിയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മലയാളിയാണ് ശ്രീ മമ്മൂട്ടി. അസാമാന്യമായ പ്രതിഭയുടെ ധാരാളിത്തമുള്ളപ്പോഴും മറ്റുള്ളവർക്കാർക്കും അനുകരിക്കാൻ കഴിയാവുന്ന വ്യക്തിത്വ മാതൃകയ്ക്ക് കൂടി ഉടമയാകുന്നത് വഴി അദ്ദേഹം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരാളാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 15 തവണ വായിച്ചിട്ടും ഈ രണ്ട് സുന്ദരികളും ഒരു തവണ പോലും ഞാൻ ഈ കടലാസിൽ എഴുതിയത് വായിച്ചിട്ടില്ല. ഞാൻ ഈ കടലാസിൽ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടേ ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് വാചകം പോലും വായിക്കുന്നതിൽ നിന്ന് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നിരിക്കെ പ്രിജുഡിസ് ഉണ്ടെങ്കിൽ തോറ്റുപോകും എന്നുള്ളത് ഇതിനേക്കാൾ സിമ്പിളായി ഞാൻ എങ്ങനെയാണ് തെളിയിക്കേണ്ടത്, അല്ലേ? അപ്പോൾ മുൻധാരണ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടമാണ്. കം ഓൺ, ബി ഹാപ്പി, feel free to experience the reality. Don't judge others, don't overread others, and don't be prejudiced. അറിവിൻ്റെ പോരാളി, അശ്വമേധങ്ങളുടെ രാജാവ്, മലയാളികൾ മാത്രമല്ല മറ്റു പല ദേശക്കാരും ഭാഷക്കാരും ഉറ്റുനോക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇന്നെൻ്റെ കൂടെയുള്ളത്. ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ് സർ. വെൽക്കം സർ. നമസ്കാരം സർ. നമുക്ക് ആദ്യമേ തന്നെ സാറിൻ്റെ ഒരു മീഡിയയിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അതിന് എവിടെയാണ് സാറിന് അങ്ങനെ ഒരു മീഡിയ ആണ് എൻ്റെ ഏരിയ എന്നുള്ളത് മനസ്സിലായത്? മീഡിയയിലേക്കുള്ള എൻട്രി എന്നുള്ളതല്ല, ഞാൻ ഈ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ യുവജനോത്സവങ്ങളിലെ വിജയമായിരുന്നു. തീർച്ചയായിട്ടും. സർവകലാശാല, അത് സർവകലാശാലയിലായപ്പോൾ 6 വർഷം കണ്ടിന്യൂസ് ആയി പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനമായിരുന്നു. 93 കലാപ്രതിഭയായി പ്രസംഗം, കഥ, കവിത, ഉപന്യാസം എന്നിങ്ങനെ. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ദൂരദർശനിൽ, അതിനു മുൻപ് തന്നെ റേഡിയോയിലൊരു നിർത്താതെ സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദൂരദർശനിൽ ടോക്ക് ഷോകളുടെ അവതാരകനായി വിവാദപർവം എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നു. കൈരളി TV ആരംഭിക്കുമ്പോൾ വളരെ ആകസ്മികമായി ഒരു സുഹൃത്തിനോടൊപ്പം റെസ്റ്റോറൻറ്റിലിരുന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുന്ന പേരുകൾ കണ്ടുപിടിക്കുന്ന, ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ശീലമായിരുന്നൊരു വിനോദം. ആ വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ആകസ്മികമായി ഒരാൾ എന്നോട് ഞാൻ വിചാരിക്കുന്നതൊക്കെ കണ്ടുപിടിക്കാമോ എന്ന് ചോദിക്കുകയും അയാൾ വിചാരിച്ച കുറിയടത്ത ദാത്രിയെയും മിഖേൽ ഷൊളോക്കോവിനെയൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കൈരളിയിൽ നിന്ന് കാണണമെന്ന് പറഞ്ഞ് ഫോൺ വരികയും അവിടെ ചെന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മലയാളി ശ്രീ മമ്മൂട്ടി, പ്രദീപ്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുന്ന ഒരു സിദ്ധിയുണ്ടെന്ന് കേട്ടു എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം വിചാരിച്ച പേരുകൾ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്താണ് അശ്വമേധം ആരംഭിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ 25 years. മീഡിയയിൽ വന്നിട്ട് 30 വർഷത്തിലേറെ, 33 വർഷമാകുന്നു. പക്ഷേ അശ്വമേധം തുടങ്ങിയിട്ട് 25 വർഷമായി. മലയാളത്തിൽ 5000 എപ്പിസോഡുകൾ പിന്നിട്ട ശേഷമാണ് അത് തമിഴിൽ വിജയ് TV, സ്റ്റാർ TVയിൽ നടത്തിയത്. അവിടെ 1000-ഓളം എപ്പിസോഡുകൾ 3 വർഷത്തിലേറെ നടത്തി. ആ സമയത്ത് തന്നെയാണ് ശ്രീലങ്കയിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. 8 വർഷക്കാലം 8 സീസണിൽ ശ്രീലങ്കയിൽ ചെയ്തു. തെലുങ്കിലും ഏറെക്കുറെ 300-ൽ പരം എപ്പിസോഡുകൾ ചെയ്തു. ലോകത്തിലെ 30ഓളം രാജ്യങ്ങളിൽ ലൈവായി ഈ ഷോകൾ നടത്തി. അതിനോടൊപ്പം തന്നെ പ്രഭാഷണവും എഴുത്തും, ലൈവ് ക്വിസിംഗ് ഷോ, ഇത് റിവേഴ്സ് ക്വിസാണ്, മറ്റത് ക്വിസിംഗ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ക്വിസിംഗ് ഷോ ഉണ്ട്. Quora.com ഇന്ത്യയിലെ ക്വിസ് മാസ്റ്റർമാരെ റാങ്ക് ചെയ്തിരിക്കുന്നതിൽ എന്നെയാണ് 1ാമതായി റാങ്ക് ചെയ്തിട്ടുള്ളത്. അതൊരു തിയേറ്ററിക്കൽ വിഷ്വൽ, അത് അശ്വമേധമാണ് വന്നത്. അപ്പം അങ്ങനെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ ഇടപെടലുകളിലൂടെ മുന്നോട്ട് പോകുന്നു. എഴുത്തുണ്ട്, പ്രഭാഷണമുണ്ട്. ഇപ്പോൾ ഒരു നീണ്ട 35 വർഷത്തോളം വരുന്ന ഒരു മീഡിയ ജീവിതം, പൊതുജീവിതം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. മാധ്യമ ജീവിതത്തെക്കാളും അതൊരു പൊതുജീവിതം. അതെ, അങ്ങനെ ഒരു കൺസീൽഡ് മാധ്യമ ജീവിതം അല്ലല്ലോ, ഒളിച്ചു വയ്ക്കപ്പെടാത്തതാണല്ലോ എല്ലാം പറ്റിയത്. സർ, ഇങ്ങനെ ആദ്യമായിട്ട് മീഡിയയിലേക്കൊക്കെ വരുമ്പോൾ സാറിന് എവിടെയെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ ഇങ്ങനെ തോന്നുന്നു, അശ്വമേധം പോലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വരും, അത് ഇത്രത്തോളം സക്സസ്ഫുൾ ആകും, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ? അങ്ങനെയല്ല, അശ്വമേധം പ്രോഗ്രാം എന്നുള്ളതല്ല, അതൊക്കെ സംഭവിക്കുന്നതാണല്ലോ. ആ സിദ്ധി കുട്ടിക്കാലം മുതലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതല്ല, വായനയുടെ ലോകം വളരെ വലുതായിരുന്നു ചെറുപ്പകാലം മുതൽ.
അതിനേക്കാളെല്ലാം ഉപരി നമുക്ക് സീബ്രകളുണ്ടല്ലോ, 1.5 ലക്ഷം സീബ്രകൾ ഈ ലോകത്തിലുണ്ട്. എല്ലാ സീബ്രകളെയും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. ബട്ട് ദർ ആർ നോ 2 സീബ്രാസ് ഇൻ ദ വേൾഡ് വിത്ത് ഐഡൻറ്റിക്കൽ ഡിസൈൻസ്. ഒരേപോലെ വരകളുള്ള 2 സീബ്രകൾ പോലുമില്ല. നമ്മുടെ വിരലടയാളങ്ങളെക്കാൾ കൂടുതൽ യൂണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് അവ. പൊടുന്നനെ ഒരു മഴ പെയ്യുന്നു. ആ മഴ നനയുന്ന എനിക്കതൊരു പനിക്ക് കാരണമാകുന്നു, താങ്കൾക്കതൊരു കുളിരുള്ള ഏതെങ്കിലും ഓർമ്മയ്ക്ക് കാരണമാകാം. അതേ മഴയിലെ തന്നെ മഴത്തുള്ളിയാണ് ഏതോ മലയടിവാരത്തിൽ കുഞ്ഞിന് കുടിക്കാനുള്ള കുടിനീരിന് കൈനീട്ടി നിൽക്കുന്ന ഒരു അമ്മയുടെ കൈകളിൽ വന്ന് വീഴുന്നത്. സോ ദ ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് ഓഫ് ദ സെയിം റൈൻ ആർ ഡിഫറെൻ്റ് അല്ലേ? ഒരേ മഴയിലെ മഴത്തുള്ളികളുടെ പതന കേന്ദ്രങ്ങളും അതുണ്ടാക്കുന്ന ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകളും വ്യത്യസ്തമായിരിക്കാം. ഒരേപോലെ ഇരിക്കുന്ന സീബ്രകളുടെ വരകൾ വ്യത്യസ്തമാണ്. അതുപോലെ ഓരോ മനുഷ്യനിലും അവന് അല്ലെങ്കിൽ അവൾക്ക് മാത്രം സ്വന്തമായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് യുണീക്കായ സീബ്ര ലൈൻ ഉണ്ട്. അത് ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന യുണീക്ക് പൊട്ടൻഷ്യലാണ്. ആ പൊട്ടൻഷ്യൽ തിരിച്ചറിയുക എന്നതാണ് സക്സസ് എന്നതിൻ്റെ യാത്രയുടെ ഉദ്ദേശ്യം. 1 ലക്ഷം എഞ്ചിനീയർമാരും 1 ലക്ഷം ഡോക്ടർമാരെയും സൃഷ്ടിക്കുന്നതിലല്ല, സ്വയം തിരിച്ചറിയുന്ന മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എല്ലാവരും യുണീക്കാണ്. ആ യുണീക്നെസ് എന്ത് എന്ന് കണ്ടെത്താനാണ് പ്രധാനം. ഇപ്പോൾ സൈക്കോമെട്രിക് മാപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങളിലൂടെ അവരുടെ പൊട്ടൻഷ്യൽ എന്ത് എന്ന് കണ്ടെത്താനുള്ള പല മാർഗങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഇപ്പോൾ നമ്മളുടെ ചാനലുകൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ആയിക്കോട്ടെ, ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലസ് ഇൻഫർമെൻറ്റ് എന്നുള്ളൊരു മേഖലയിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ഇൻഫർടൈൻമെന്റ് പ്രോഗ്രാം ആയിരുന്നു 25 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ആദ്യത്തെ ഒരു ഇൻഫർടൈൻമെൻറ്റിലേക്ക് സാറ് ആ ഒരു ആശയം സാറ് പറഞ്ഞു വളരെ ആക്സിഡൻ്റലായിട്ട് മുൻപിൽ വന്നെങ്കിലും ഇങ്ങനെ ഒരു അറിവിനെയും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനെയും ഒരുമിപ്പിക്കുന്ന ഈ ഒരു സാർ പറഞ്ഞു സാറിനൊരു ഗെയിമായിരുന്നു അല്ലെങ്കിൽ അതൊരു ചാലഞ്ച് ആയിരുന്നു എന്ന്. അതെങ്ങനെയാണ് സാറിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ആശയം എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അതിന് പിന്നിൽ കാണാൻ കഴിയുന്ന വാക്കാണ് ഇൻഫർടൈൻമെൻറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് റീഡിങ്ങിന് വിധേയമാക്കിയിട്ടുള്ള പുസ്തകം കുട്ടിക്കാലം മുതൽ ഇന്നും. നമ്മൾ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാം, പക്ഷേ ഒരേ പുസ്തകം തന്നെ പലതവണ മാറി 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 വീണ്ടും 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 വായിക്കുക എന്ന് പറയുന്നത് ഒരു അഡിക്റ്റീവ്നെസ് ആണ്, ഒരു വിധേയത്വമാണ് ആ പുസ്തകത്തിനോടുള്ള ഡിപ്പെൻഡൻസി. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി എന്നിൽ ജനിപ്പിച്ചിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് കോനൻ ഡോയിലിൻ്റെ ഷെർലക് ഹോംസ് ടെയിൽസ് ആണ്. കുട്ടിക്കാലത്ത് മുതൽ ഇന്ന് വരെയും ഞാൻ ആവർത്തിച്ച് വായിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ഞാൻ പോയിരുന്നപ്പോൾ അവിടെ ബേക്കർ തെരുവിൽ 221B എന്ന പേരിലൊരു ഇമാജിനറി ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് ഹോംസിൻ്റെ മുറിയും ഒക്കെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്, ക്യാരക്ടറാണെങ്കിലും. ഹോംസിന്റെ ഫാൻസ് അതുപോലാണല്ലോ. അതെ, ഞാൻ പറഞ്ഞത് അതൊരു ഇൻഫർടൈൻമെൻറ്റ് ബുക്കാണ്. നമ്മൾ ഹോംസിനെ വായിക്കുമ്പോൾ ആ പുസ്തകത്തിലുള്ള സസ്പെൻസ് അല്ലെങ്കിൽ പരിണാമഗുപ്തി, ക്രൈം ഡിറ്റക്ഷൻ, ഇതിനെല്ലാം ഉപരി ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഘടന മുതൽ ചില ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കൽ പ്രോഡക്ട്സിൻ്റെ നേച്ചർ വരെ നമ്മൾ അറിയുന്നു. ഇർവിംഗ് വാലസ് ലോകസാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരനാണ്. വീൽസ് അടക്കമുള്ള പുസ്തകങ്ങൾ എഴുതി. ഇർവിംഗ് വാലസിൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് ലിറ്ററേച്ചറാണ്. ഏത് കാര്യത്തിലും ഒരു ഇൻഫർടൈൻമെൻറ്റ് പാർട്ടുണ്ട്. ഏറ്റവും മനോഹരമായ പ്രണയകാവ്യങ്ങളിൽ പോലും ഉണ്ട് ഇൻഫർടൈൻമെൻറ്റ്. അപ്പോൾ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും ഒരുമിച്ച് ചേരുക എന്നുള്ളതല്ല, ഇൻഫർമേഷനെ എൻ്റർടൈൻമെൻ്റ് ആക്കി ഉൾക്കൊള്ളുക എന്നുള്ളത്, എൻ്റർടൈൻമെൻറ്റിൽ ഒരു ഇൻഫർമേഷൻ തിരിച്ചറിയുക എന്നുള്ളത് അതും പ്രധാനപ്പെട്ടതാണ്. എവരിവെയർ when the light falls there is information and there is entertainment. അപ്പോൾ ചെറുപ്പം തൊട്ടേ ആ ഒരു ഇൻഫർടൈൻമെൻറ്റിലായിരുന്നു സാറിൻ്റെ ഫോക്കസ് മുഴുവനും. അത്തരത്തിലുള്ള ഒരു വളർച്ചയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വന്നു അത്തരത്തിലുള്ള പുസ്തകങ്ങളിലൂടെ? അത്തരത്തിലുള്ള പുസ്തകങ്ങളൊന്നുമില്ല. ഞാൻ പുസ്തകങ്ങളിൽ ഒരിക്കലും സെലക്റ്റീവ് അല്ല. അങ്ങനെയില്ല. അന്നല്ല ഇന്നല്ല, ഒരിക്കലും പുസ്തകങ്ങളിൽ ഞാൻ സെലക്റ്റീവ് അല്ല. കിട്ടുന്നതെന്തും വായിക്കാനുള്ളതാണ്. അച്ചടിക്കപ്പെടുന്നതെല്ലാം വായിക്കണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇൻഫാക്ട് നമ്മൾ ചാൾസ് ഡാർവിനോട് ശാസ്ത്രീയമായി യോജിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സാങ്കേതികമായല്ല, ഒരു ലിറ്റററി അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. അതായത് ആസ്ട്രലോപിത്തക്കസും റാമാപിത്തക്കസും ക്രൊമാഗ്നനും ഹോമോ ഇറക്റ്റസും കഴിഞ്ഞ് ഹോമോ സാപ്പിയൻ മനുഷ്യനുണ്ടായി എന്നുള്ള പരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമായി നമ്മൾ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷെ സത്യത്തിൽ മനുഷ്യനുണ്ടായത് അപ്പോഴല്ല. രൂപം കൊണ്ട് മനുഷ്യൻ ഉണ്ടായി കാണും, വാലുപോയി കാണും, വാനരൻ നരനായി കാണും. പക്ഷെ എങ്കിലും രൂപത്തിലായെങ്കിലും മനുഷ്യൻ ജനിച്ചില്ല.
Man continued to be an ape and he ceased to be an ape on the day the first book was written on the face of the world എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വാല് പോയിട്ടും വാനരന്മാർ നരനായിട്ടും മനുഷ്യൻ യഥാർത്ഥത്തിൽ ജനിച്ചില്ല. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ജനിച്ചത് ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട നിമിഷത്തിലാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ് സർ. വെൻ ഇറ്റ് കംസ് ടു സാറിൻ്റെ ഒരു ആശയം ഞാൻ കേട്ടിട്ടുണ്ട്, സ്വതന്ത്രമായി സ്വപ്നം കാണാനും തീരുമാനം എടുക്കാനും മക്കളെ സ്വാതന്ത്ര്യം നൽകുന്ന മാതാപിതാക്കൾ ഉള്ള നാട്ടിൽ മാത്രമേ നല്ല ആശയങ്ങൾ ജനിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല നല്ല ഐഡിയാസ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പേരൻറ്റിങ്ങിൽ ആസ് എ പേരൻറ്റ് സാർ അഭിമുഖീകരിക്കുന്ന ചലഞ്ചസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പേരൻറ്റിങ്ങിനെ കാണുന്നത്? മക്കളുടെ ഉടമസ്ഥരല്ല പാരൻസ്. ഇപ്പോൾ മലയാളിക്ക് പക്ഷെ അങ്ങനെ ഒരു തോന്നലുണ്ട്. എൻ്റെ ഷർട്ട് എനിക്കിഷ്ടം പോലെ ധരിക്കാം, ചിലപ്പോൾ തിരിച്ചിടാം, ചിലപ്പോൾ ഫസ്റ്റ് ബട്ടൺ ഹോളിൽ എൻ്റെ ബട്ടൺ ഞാൻ മനഃപൂർവ്വം സെക്കൻഡ് ഹോളിൽ ഇട്ടൊരു പുതിയ സ്റ്റൈൽ ഉണ്ടാക്കാം, ചിലപ്പോൾ ഒരു കൈ മടക്കി വെച്ചും ഒരു കൈ ഫുൾ സ്ലീവും ആക്കാം. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, ബിക്കോസ് ഇറ്റ്സ് മൈ ഷർട്ട്. ആ ഷർട്ടിന് ഇതിങ്ങനെയാണ് ധരിക്കപ്പെടേണ്ടത് എന്നൊരു നിയന്ത്രണമില്ല. പക്ഷെ മക്കളുടെ കാര്യത്തിൽ അതല്ല. മക്കളുടെ ഉടമസ്ഥരല്ല പാരൻസ്. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജൈവ ചൈതന്യമുള്ള രണ്ട് ജീവിതങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ജീവിതമാണ് മകൻ അല്ലെങ്കിൽ മകൾ. അവർക്ക് അവരുടേതായ ഡിസയേഴ്സും അവർക്ക് അവരുടേതായ ഡ്രീംസും ഉണ്ട്. എൻ്റെ മകൾ ലിറ്ററേച്ചറാണ് പഠിച്ചത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അവളൊരു മോർ ഓഫ് എ സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഫഷണൽ രീതിയിലാണ്, ഓൻ്റർപ്രന്യൂറാണ്. മകൻ ജേർണലിസമാണ് പഠിക്കുന്നത്, ഭാര്യ ഡാൻസറാണ്. എൻ്റെ മകൻ ഡാൻസറാകണമെന്നോ മകൾ അശ്വമേധം കളിക്കണമെന്നോ ഒന്നും എനിക്ക് നിർബന്ധമില്ല, താല്പര്യവുമില്ല. അവർക്കെന്താണോ സ്വപ്നം, അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർ പറക്കണം. അവർ പറക്കുന്ന അവരുടെ സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴികാട്ടുക, അല്ലെങ്കിൽ വഴിയിൽ കൂടുതൽ സുഖമുണ്ടാക്കുക, എളുപ്പമുണ്ടാക്കുക, കൂടുതൽ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ നൽകുക എന്നത് മാത്രമാണ് പാരൻസിന് ചെയ്യാറുള്ളത്. പക്ഷെ അത് പലപ്പോഴും ഇന്നത്തെ ഒരു മോഡേൺ ഇറയിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന പേരൻറ്റിങ് ഇഷ്യൂസുമായിട്ട് പലരും നമ്മളുടെ അടുത്ത് വരുമ്പോൾ കാണുന്നൊരു കാര്യം, നമ്മൾ ആ ഒരു സ്ട്രിഞ്ചനായിട്ടുള്ള കൺവെൻഷനലായിട്ടുള്ള ആ പേരൻറ്റിങ് എടുത്തു കളയാൻ മലയാളിക്ക് പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ സാറിന് അതൊരു എന്താണ് ഒരു ടിപ്പായിട്ട് അവർക്ക് കൊടുക്കാനായിട്ടുള്ളത്? അൺലെസ് യു ലവ് ടു ബി ജഡ്ജ്ഡ്, ഡോണ്ട് ജഡ്ജ് അതേഴ്സ്. മറ്റുള്ളവർ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വിധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയുന്നത് പോലെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താകണമെന്ന് നിങ്ങളുടെ മക്കൾ ശഠിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കളുടെ സ്വപ്നങ്ങൾ എന്താകണമെന്ന് നിങ്ങൾ എന്തിനാണ് ശഠിക്കുന്നത്? വളരെ ലളിതമായ ചോദ്യമാണത്. യു ഫൈൻഡ് മോർ ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും ഗെയിമുകളിൽ ഇടപെടാനും ഒക്കെ സമയം കണ്ടെത്തുക. അവരോടൊപ്പം സിനിമ കാണാൻ, ആഹാരം കഴിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അതിനേക്കാൾ കൂടുതലായി പാരൻറ്റിങ്ങിൽ നമുക്കൊന്നും ചെയ്യാനില്ല. സാർ, അതുപോലെ തന്നെ അശ്വമേധം പോലുള്ള വളരെ ഒരു കോമ്പറ്റീറ്റീവ് മാനറിൽ വരുന്ന ഒരു പ്രോഗ്രാം വളരെയധികം വർഷം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സാർ വളരെ ഉറച്ച സ്വരത്തിൽ പറയാറുണ്ട്, ജയിക്കുന്നവരുടെ മാത്രമല്ല തോൽക്കുന്നവരുടെ കൂടെ ലോകമാണിത്. അത് ഒരുപാട് പേർക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട്. എന്നാലും നമ്മൾ മലയാളികൾ എപ്പോഴും ജയിക്കണം എന്ന് മാത്രം ഒരു മസിൽ പിടുത്തം ഉള്ളതുപോലെയും, അത് പ്രത്യേകിച്ച് വെൻ ഇറ്റ് കംസ് ടു മെൻ്റൽ ഹെൽത്ത്, ഒരു പെർഫെക്ഷനിസ്റ്റുകളായി മാറാനുള്ള ഒരു ട്രെയിനിങ് നമ്മളുടെ സമൂഹത്തിലും നമ്മളുടെ കുടുംബങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ സാറിന് അതിനെക്കുറിച്ച് എന്താണ്? തോൽക്കാൻ തയ്യാറാകാത്ത ആരും ഇതുവരെ ജയിച്ചിട്ടില്ല. ഒരു മത്സരത്തിൽ ജയിക്കണമെങ്കിൽ മത്സരിച്ചേ പറ്റൂ, മത്സരിക്കണമെങ്കിൽ തോൽക്കാൻ കൂടി തയ്യാറായേ പറ്റൂ, അല്ലേ? തോൽക്കാൻ തയ്യാറാകുന്നവൻ്റേതാണ് ലോകം, അവനാണ് വിജയമുള്ളത്. തോൽക്കാൻ തയ്യാറാവില്ല എന്നതിന് ഒരു അർത്ഥമേ ഉള്ളൂ, ഞാൻ ഒന്നിനും മുതിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് പെർഫെക്ഷനിസ്റ്റ്. ഇപ്പം മെൻ്റൽ ഹെൽത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ പലരിലും ഇന്നുള്ള പേഴ്സണാലിറ്റി ഒരു ഡിസോർഡറായിട്ട് തന്നെ ഒരു പെർഫെക്ഷനിസ്റ്റ് നിൽക്കുന്നു. അതായത് ഞാൻ ചെയ്യുന്നത് എന്തും 100% ഓക്കെ ആയിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ അശ്ലീലം പെർഫെക്ഷൻ എന്ന വാക്കാണ്. പെർഫെക്ഷൻ എന്ന വാക്കാണ്. നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു സൂര്യകാന്തി പൂവിൻ്റെ ചിത്രം പെർഫെക്ഷനോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വരച്ച് നൽകപ്പെടുന്നു. നിങ്ങളുടെ കൺമുന്നിൽ ഒരു സൂര്യകാന്തി പൂവ് കാണുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായും കൺമുന്നിൽ കാണുന്ന സൂര്യകാന്തി പൂവാണ്.
നിങ്ങൾക്ക് ആ ഇഷ്ടം ഉണ്ടാകാൻ കാരണം അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിലെ ഇലകളിൽ എവിടെയൊക്കെയോ ചില മുറിവുകൾ ഉണ്ടാകാം. അതിൻ്റെ പൂവിൻ്റെ ഇതളുകളിൽ ചിലപ്പോൾ ഒരു ഇൻസെക്റ്റ് വന്നിരിപ്പുണ്ടാകാം. അതിൻ്റെ മുള്ള് നിങ്ങളുടെ കയ്യിൽ തട്ടി മുറിയുന്നുണ്ടാകാം. അതൊരു ഇംപെർഫെക്റ്റ് ആണ്. ലോകത്തിലെ എല്ലാ ശരിയായ ക്രിയേഷൻസ്, ഭംഗിയുള്ള ക്രിയേഷൻസും ഇംപെർഫെക്റ്റ് ആണ്. എന്നാൽ നിങ്ങൾ വരച്ചെടുക്കുന്ന ഒരു സൂര്യകാന്തി പൂവ് പെർഫെക്റ്റ് ആണ്. ദ മോർ യു ട്രാവൽ ടുവേർഡ്സ് പെർഫെക്ഷൻ, ദ മോർ യുവർ ഒറിജിനാലിറ്റി ഈസ് വേഴ്സണിങ്. നിങ്ങൾ എത്രത്തോളം ഒറിജിനലാകുമോ അത്രത്തോളം നിങ്ങളുടെ യഥാർത്ഥ ഭംഗി, യഥാർത്ഥ ചന്തം കൂടും. ഇംപെർഫെക്ഷനാണ് ജീവിതത്തിൻ്റെ ഭംഗി. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും കൃത്യമായി പറയുവാൻ കഴിയാത്തത്രത്തോളം ഇംപെർഫെക്റ്റായ ഒരു കവിതയാണ് ജീവിതം. അതാണ് അതിൻ്റെ ചന്തം, അല്ലേ? വളരെ വളരെ എനിക്ക് തോന്നുന്നു പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളൊരു വലിയ മെസ്സേജാണിത്. കാരണം പലപ്പോഴും നമ്മുടെ കോർപ്പറേറ്റ് സംസ്കാരത്തിലൊക്കെ കുറച്ചുകൂടെ പെർഫെക്റ്റായി മുന്നോട്ട് പോകണമെന്ന ഒരു ആശയം എവിടെയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൽ ഈ ഇംപെർഫെക്ഷൻ ഈസ് ദ പാർട്ട് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് ആണ് ഒറിജിനാലിറ്റി എന്നുള്ള മെസ്സേജ് ഒത്തിരി ഐ ഓപ്പണിംഗ് ആണ് സർ. എനിക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? മഹത്തായ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു പെർഫെക്റ്റായ ഏതെങ്കിലും ഒരു മഹത്തായ ഒന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ഇംപെർഫെക്ഷൻസ്. All great things in the world has achieved its greatness through a bit of imperfection. ചില അപൂർണതകളാണ് പലതും മഹത്തരമാക്കുന്നത്. സാറിൻ്റെ ഈ ഒരു ലോങ് ജേർണിയിൽ, എസ്പെഷ്യലി ഒരു മീഡിയ ജേർണി, ഒഫീഷ്യൽ ജേർണി, സാറിന് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അങ്ങനെ എടുത്തു പറയാൻ പ്രത്യേകിച്ചൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അതാരായിരിക്കും? എനിക്ക് തോന്നുന്നു ഓഡിയൻസിനൊക്കെ അതറിയാൻ വളരെ ആകാംക്ഷ ഉണ്ടായിരിക്കും. അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മനുഷ്യർ, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഗാന്ധിജിയാണ്. കാരണം മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് അതിനു മുൻപും അതിനുശേഷവും ഇനിയും ഇതിനു മുൻപും വരാനിരിക്കുന്ന ഏത് തലമുറയിലും മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല. സ്വന്തം ജീവിതമാണ് സന്ദേശമെന്ന് പറയുവാൻ കഴിയുന്ന അത്രത്തോളം പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ജീവിത ശുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അത് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഞാൻ ഇൻസ്പിറേഷനെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാശാലിയായിരിക്കുക, എന്നാൽ ആ പ്രതിഭയുടെ സമ്പന്നത വ്യക്തി ജീവിതത്തിൽ ഒരു കോട്ടവും ഉണ്ടാക്കാത്ത വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ പലപ്പോഴും പ്രതിഭയുടെ ധാരാളിത്തം ആഘോഷിക്കുന്നതിനിടയിൽ വ്യക്തിശുദ്ധി പലപ്പോഴും ജീവിതത്തിൽ കൈമോശം വന്നു പോവുകയും തിരികെ പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ആ രീതിയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മലയാളിയാണ് ശ്രീ മമ്മൂട്ടി. അസാമാന്യമായ പ്രതിഭയുടെ ധാരാളിത്തം ഉള്ളപ്പോഴും മറ്റുള്ളവർക്കാർക്കും അനുകരിക്കാൻ കഴിയാവുന്ന വ്യക്തിത്വ മാതൃകയ്ക്ക് കൂടി ഉടമയാകുന്നത് വഴി അദ്ദേഹം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരാളാണ്. അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്തിൽ. പക്ഷേ ഇൻസ്പിറേഷൻ, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഇൻസ്പിറേഷൻ എൻ്റെ അച്ഛനാണ്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്, എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്, എൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി, എൻ്റെ ഏറ്റവും വലിയ ആശ്രയം. പല കാര്യങ്ങളിലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഒക്കെ എൻ്റെ അച്ഛനാണ്. മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ ഡോക്ടർമാർ എൻ്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അന്ന് വല്ലാതെ വിഷാദം എന്നെ പിടിമുറുക്കിയപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം, 40 വയസ്സ് വരെ സുഖമായല്ലേ ജീവിച്ചത്, ലോകത്തിൽ ഒരുപാട് സഞ്ചരിച്ചില്ലേ, 40ഒക്കെ നല്ല വയസ്സാണടാ, മരിച്ചു പോട്ടെന്നേ, ഞാനിവിടെ ഉണ്ടല്ലോ, 19 വയസ്സായിട്ട് ഞാനിവിടെ ഇരിക്കുകയല്ലേ, ധൈര്യമായിട്ട് മരിച്ചോ എന്ന് പറഞ്ഞ ആളാണ്. അന്ന് ഡോക്ടർ അപ്പോൾ മരിക്കുന്നതിന് മുമ്പിലുള്ള അവസാന പ്രസംഗം എന്നുള്ള രീതിയിൽ ഏറ്റുപോയ ഒരു പ്രസംഗം കണ്ണൂരിലെത്തി ചെയ്യാൻ ഒരാഗ്രഹം തോന്നി. ICUയിൽ നിന്നും അനങ്ങാൻ സമ്മതിക്കില്ലെന്ന് ഡോക്ടർമാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഡോക്ടറോട് ചോദിച്ചു പോയില്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടർ മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ സഹായിയോട് ഇന്നോവയിൽ ഒരു ബെഡ് കെട്ടി കണ്ണൂരിലേക്ക് കൊണ്ടുപോയി അവനെ പ്രസംഗിപ്പിച്ചിട്ട് കൊണ്ടുപോവാ എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്ന് പ്രസംഗിച്ച് 1 മണിക്കൂർ, എത്താൻ 2 ദിവസം എടുത്തു. കാര്യം ശരീരം അത്രത്തോളം വീക്കായിരുന്നു. 1 മണിക്കൂർ പ്രസംഗിച്ചൊടുവിൽ പാഥേയത്തിലെ അവസാന വരി, ഒരു കപട ഭിക്ഷുവായൊടുവിൽ എൻ ജീവനെയും ഒരു നാൾ കവർന്നു പറന്നു പോകാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്ക്, അതിനു മുൻപ് ഒന്നു ഞാൻ പാടട്ടെ, അതിലെൻ്റെ പ്രാണനുരുകട്ടെ, അതിലെൻ്റെ മണ്ണു കുതിരട്ടെ പിളരട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ എന്ന കുറുപ്പുസാറിൻ്റെ പാഥേയത്തിലെ അവസാന വരികൾ ചൊല്ലി
തിരികെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ ICയിൽ നേരെ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ 13 തവണയാണ് ഡോക്ടർമാർ വന്ന് ബ്ലഡ് എടുത്തത് പരിശോധിക്കുന്നത്, ഒരേ ടെസ്റ്റ് തന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, ലാസ്റ്റ് മൊമെൻ്റായി. ആ ഹോസ്പിറ്റലിൻ്റെ MD ആയിരുന്ന ഡോക്ടർ ഫൈസൽ ഖാൻ, എൻ്റെ പുതിയ പുസ്തകത്തിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്, പല ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഫൈസൽ ഖാനും ഡോക്ടർമാരും എല്ലാം മുറിയിലേക്ക് മഴ പോലെ കടന്നു വരികയും തോരാതെ കണ്ണുനീർ വാർക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിച്ചു ഫൈസലിനോട് ചിരിച്ചുകൊണ്ട്, കഴിഞ്ഞല്ലേ? അന്ന് ഫൈസൽ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ 13 സ്ഥലങ്ങളിൽ അയച്ചു വിട്ട് ബ്ലഡ് പരിശോധിച്ചു. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിലിറൂബിൻ കണ്ടൻറ്റ്. 12.8 പോയിരുന്നു. പക്ഷേ നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ, കണ്ണൂർ വരെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബിലിറൂബിൻ 3 താഴെയിലേക്ക് വന്നിരിക്കുന്നു. 900 താണ്ടിയിരുന്ന നിങ്ങളുടെ SGOT SGPT ഒക്കെ 100 വന്നിരിക്കുന്നു. വി ഡോണ്ട് നോ വാട്ട് മിറാക്കിൾ ഹാസ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ് എന്നാണ്. അതാ കണ്ണൂരിലേക്കുള്ള യാത്രയും. പിന്നീട് ഒരു പ്രശസ്തനായ ഡോക്ടർ പറഞ്ഞത്, അല്ല അച്ഛൻ്റെ ഇൻസ്പിറേഷൻ അല്ല, ഡോക്ടർ പറഞ്ഞത് ഈ മരിക്കുന്നതിന് മുമ്പ് ചില ആളുകളുടെ വലിയൊരു തുടിപ്പ് കണ്ടു, പിന്നെയാണ് മരിച്ചതെന്ന് പറയുമല്ലോ. അതൊരു സ്റ്റെം സെൽസ് ബ്രേക്ക് ഔട്ടാണ്. പക്ഷേ ഇൻ മെനി ക്രോസ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദ പേഷ്യൻ്റ് അവേ ഇറ്റ് ക്യാൻ ടേക്ക് ദ ഡിസീസ് അവേ എന്നൊരു സിദ്ധാന്തമുണ്ടത്രേ. ജീവിക്കാനുള്ള വാഞ്ച അല്ലെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ നിമിഷത്തിലൊക്കെ ഉണ്ടായ ഒരു ബ്രേക്ക് ഔട്ട് ഓഫ് സ്റ്റെം സെൽസ് ആകാം. എന്തായാലും അതൊക്കെ ഒരു മിറാക്കിളാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛനെക്കുറിച്ചാണ്. 40 വയസ്സുള്ള മകൻ മരിക്കാറാകുന്നു എന്ന് പറയുമ്പോൾ 40 ദിവസം ഒരു നന്നായിട്ടല്ലേ ജീവിച്ചത്, കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറയുന്ന അച്ഛനാണ് പോസിറ്റിവിറ്റി. അതെ, പോസിറ്റിവിറ്റി അത് തന്നെയാണ് സാറിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. തീർച്ചയായും അന്നും ഇന്നും. അന്നും സാർ എപ്പോഴും മത്സരാർത്ഥികളുടെ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കണ്ട് തന്നെ അവരെ വിലയിരുത്തി അവരുടെ ആ വാക്കേ ശരിയല്ല. ഞാനങ്ങനെ മത്സരാർത്ഥി എന്നൊന്നും ആ ഒരു ഇതില് ഗെയിമിലേക്ക് വരുന്നവരുടെ ഇപ്പോൾ സാറിന് ആ ഒരു എത്രയായാലും അവരുടെ ഒരു മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സാറിന് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലോകത്തിൽ ഇന്നുള്ള ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ വളരെ അപകടകരമായൊരു കാര്യം, നമ്മുടെ ലോകത്തിലെ കുട്ടികൾക്ക്, പുതിയ തലമുറയിലൊരു പഴയ തലമുറയിലും മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു അപകടമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. മനുഷ്യരുടെ മാനസിക വ്യാപാരങ്ങൾക്ക് മേൽ അനാവശ്യമായി സ്വയം സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളാണ്. നമ്മൾ തന്നെ നമുക്ക് സംഘർഷം ഉണ്ടാക്കുകയും നമ്മളതിന് പുറത്തുനിന്ന് പരിഹാരം കണ്ടെത്തുകയൊക്കെ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ട് ഇപ്പോൾ. ഇതിന് പ്രധാന കാരണം നമ്മുടെ മനസ്സിൽ തന്നെ ചില അപകടകരമായ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തലമുറയിലും ഉണ്ടെങ്കിലും പുതിയ തലമുറയിൽ ഇത്തിരി കൂടുതലുള്ള ഒരു അപകടമാണ് പ്രിജുഡിസ്, പ്രീ കൺസീവ്ഡ് നോഷൻസ്, മുൻധാരണ. ഒരു സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ബോറാ, സിനിമ കണ്ടില്ല. ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ കവർ കാണുമ്പോൾ ഇത് വായിച്ചാൽ മനസ്സിലായില്ല, മറിച്ച് നോക്കിയില്ല. ഒന്നും വേണ്ട, ഒരാളിനെ ആദ്യമായി കാണുന്നു, വയലറ്റ് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഭയങ്കര ജാടയാ, സുന്ദരിയാണെന്നുള്ളൊരു ധാരണയുണ്ട്. നമ്മളൊരു അഭിപ്രായം ഉണ്ടാക്കുക. ഈ അഭിപ്രായത്തിൻ്റെ കണ്ണടയിലൂടെ, ഈ ഫ്രെയിമിലൂടെയാണ് പിന്നെ നമ്മളെല്ലാം നോക്കിക്കാണുന്നത്. അങ്ങനെ നോക്കിക്കണ്ടാൽ നമ്മൾ ഈ ലോകത്തിൽ അമ്പേ പരാജയപ്പെടും, ജീവിതത്തിൽ തന്നെ. അതാണ് എനിക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ടിപ്പ്. നമ്മുടെ മനസ്സിൽ നമുക്ക് അറിയാവുന്ന മുൻധാരണ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലുടനീളം, പരീക്ഷകളിൽ പോലും അവരെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ മുൻധാരണ വളരെയധികം ബാധിക്കുന്നുണ്ട് അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാനസികമായ അകൽച്ച ഉണ്ടാകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ടാകും, നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ സത്യത്തിൽ ഈ ഉള്ളി പൊളിക്കുന്നത് പോലെ പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ അവസാനം ചെന്നെത്തുന്നത് വളരെ രസകരമായ കാര്യങ്ങളിലായിരിക്കും. യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. കുട്ടികൾ തമ്മിൽ കളിക്കുന്ന ഒരു വിസ്പറിങ് ഗെയിമുണ്ട്. ഒരാളിൻ്റെ കാതിൽ ഒന്ന് പറയുകയും അത് കറങ്ങി ഒടുവിൽ മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ പറഞ്ഞതുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിലേക്ക് എത്തും. നമ്മൾ മുൻധാരണയിൽ അതാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിനെ ഒരു കൊടിക്കമ്പിൽ അടിച്ചുറപ്പിച്ച് കൊടി നാട്ടുകയാണ്. ആ കൊടി അപകടത്തിൻ്റെ കൊടിയാണ്. Come on, be happy, feel free to experience the reality. Don't judge others, don't overread others, and don't be prejudiced. സെൽഫായിട്ടും ഇല്ലേ സർ, പലപ്പോഴും നമുക്ക് ഈ പ്രജുഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സുകൾ ഇന്ന് നമ്മൾ കാണുന്നത് കൂടുതലായിട്ടും അതാണ്. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, നമ്മളോട് തന്നെ കുറച്ച് പ്രജുഡിക്കലായി പോകുന്ന ഒരു വേൾഡിലല്ലേ നിൽക്കുന്നത്. ഒരു പേന, അതിനുമുണ്ട് പരിഹാരം. ഇത് തീരെ കൊച്ചു കുട്ടികളോട് പോലും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്.
സത്യത്തിൽ നിങ്ങൾ ഈ മനഃശാസ്ത്രജ്ഞരെയൊക്കെ കുട്ടികളുടെ കാര്യത്തിലെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് 9 ഡോട്ട്സ് ആണ്, 9 ഡോട്ടുകളാണ് അല്ലേ? ഈ 9 ഡോട്ടുകൾ തമ്മിൽ പരസ്പരം എല്ലാ ഡോട്ടുകളും ഒരു പേന ഉപയോഗിച്ച് കൈയെടുക്കാതെ ബന്ധിച്ച് വരയ്ക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര വരകളാണ് വേണ്ടത്? എങ്ങനെ വരച്ചാലും 5 വരകൾ വേണ്ടേ? എല്ലാം തമ്മിൽ ബന്ധപ്പെടണം. എല്ലാം ബന്ധിക്കാതെ കൈയെടുക്കാതെ വരയ്ക്കണമെങ്കിൽ എത്ര വര വേണം? 5-ൽ കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ല, 5-ൽ കുറവ് വരകൾ കൊണ്ട് കഴിയുമോ? ഇല്ല, എല്ലാത്തിലും കണക്റ്റ് ആകണമല്ലോ. കണക്റ്റ് ആകണം. ഇതാണ് ഞാൻ കുട്ടികളോട് ചോദിക്കാറുള്ള ചോദ്യം. എനിക്ക് ആവശ്യം നിങ്ങളിത് 4 വരകൾ, ഇത് കാണുന്നവരോടാണ്, 4 വരകൾ കൊണ്ട് ഇതെല്ലാം ബന്ധിപ്പിക്കണം എന്നാണ് എൻ്റെ മുന്നിലുള്ള ടാസ്ക്. നമ്മൾ എത്ര തവണ ശ്രമിച്ചാലും ഇത് 5 വരകൾ വേണ്ടി വരും എന്നുള്ളതാണ് അല്ലേ? ബിക്കോസ് 1 2 3 4 5 എങ്ങനെ വരച്ചാലും 1 2 3 4 5 ഇങ്ങനെ ആയാലും 5 വരും. കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെയധികം മുൻധാരണകളോടുകൂടി നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ കഴിവുകൾക്കും ലിമിറ്റുകൾ, അതിർത്തികൾ കൽപ്പിക്കുന്നു. അത് മാനസികമായ ഒരു ചുരുക്കലാണ് അല്ലേ? നമ്മുടെ ഈ വര നമ്മൾ ഇവിടെ ചുരുക്കുന്നിടത്തോളം 5 വരകൾ വേണം. എന്നാൽ നമ്മൾ ഈ വരയൊന്ന് നീട്ടിയാലോ? ഈ 3ാമത്തെ ബിന്ദുവിൽ എന്തിനാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ചുരുക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാഠമാണ്. കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് താഴോട്ട് വരിക എന്നുള്ള ഒരു ആശയത്തിലോട്ടായി. അല്ല, അവിടെ അത് ഇത് കാണുമ്പോൾ ഈ 3ാമത്തെ ബിന്ദുവിൽ അറിയാതെ നമ്മുടെ മനസ്സ് അവിടെ കട്ട് ഓഫ് ആവുകയാണ്. അത് ലിമിറ്റിംഗ് ബിലീഫാണ്. ആ ലിമിറ്റിംഗ് ബിലീഫ് ഒഴിവാക്കുവാനുള്ള പദ്ധതികളാണ് നമ്മൾ സ്വയം ചുരുക്കാതിരിക്കുക, സ്വയം ലിമിറ്റുകൾ കൽപ്പിക്കാതിരിക്കുക. സാറിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് കേൾക്കാൻ താല്പര്യമുള്ള ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാറിൻ്റെ ഈ അപാരമായ ഓർമ്മശക്തി, അതിൻ്റെ ഒരു സീക്രട്ട്? അത് സത്യസന്ധമായി പറഞ്ഞാൽ ഓർമ്മശക്തി ഒരു വലിയ ഗുണമോ മറവി ഒരു വലിയ ദോഷമോ ഒന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. ചില കാര്യങ്ങൾ ഓർക്കാൻ കഴിയുന്നതും ഭാഗ്യം തന്നെ. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഓർമ്മ എന്നതിനെ ഒരു ശക്തിയോ ക്വാളിറ്റിയോ ആയല്ല ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എല്ലാവരും ഉയരണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം സീബ്ര ലൈൻസ് ഓരോരുത്തരുടേതും വ്യത്യസ്തമാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓർമ്മ ഒരു ഗുണമല്ല, മറിച്ചൊരു ശീലമാണ്. അല്ല, ഒരു ശീലമല്ല, ഒരു ഗുണവുമല്ല, മറിച്ചൊരു വികാരമാണ്. കൂടെ നമുക്കിപ്പോൾ സങ്കടം വരുമ്പോൾ കരച്ചിൽ വരുന്നു, സന്തോഷം വരുമ്പോൾ ചിരിക്കാൻ തോന്നുന്നു, രതി, സെക്സ്, പ്രണയം, വിരഹം, ദേഷ്യം, ഇതെല്ലാം വികാരങ്ങളാണ്. അതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതോ അക്വയർ ചെയ്യുന്നതോ അല്ല, എല്ലാ മനുഷ്യനും ഉള്ളതാണല്ലോ. എനിക്കിപ്പോൾ തന്നോട് ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം ഞാൻ ദേഷ്യപ്പെടുന്നോ എന്ന് അങ്ങനെയല്ലല്ലോ നമ്മൾ ദേഷ്യപ്പെടുന്നതാണോ? അല്ല, നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരുന്നതല്ലേ. അതായത് ആഹാരം നമ്മൾ എടുത്ത് കഴിക്കുന്നതാണ്. നിങ്ങൾ ബ്രീത്ത് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലയെന്ന് ഞാൻ പറയും. ആഹാരം നമ്മൾ എടുത്ത് കഴിക്കുന്നതാണ്, വെള്ളം നമ്മൾ എടുത്ത് കുടിക്കുന്നതാണ്. ബട്ട് വി ഡോണ്ട് ബ്രീത്ത്, വി ആർ ബീയിങ് ബ്രീത്ത്ഡ്. നമ്മളൊരിക്കലും ഒരു നിമിഷം ഞാനൊന്ന് ശ്വസിച്ചോട്ടെ, ഇങ്ങനെ അല്ലല്ലോ നമ്മൾ ശ്വസിക്കുന്നത്. നമ്മൾ അറിയാതെ ചെയ്യുന്ന, വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ്. ഭക്ഷണപാനീയങ്ങൾ നമ്മൾ ബോധപൂർവം ചെയ്യുന്നതാണ് എങ്കിൽ ശ്വസനം ബോധപൂർവമല്ലാതെ സംഭവിക്കുന്ന ഒന്നാണ്. ഓർമ്മയും അങ്ങനെ സംഭവിക്കുന്ന ഒരു വികാരമാണെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. നമുക്കെന്തെങ്കിലും ഓർമ്മ വരേണ്ട സമയമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ഓർമ്മ. നമ്മുടെ അസ്വാഭാവികതകൾ കൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ സാർ പറയുന്നത് എല്ലാവർക്കും ആ ഒരു വികാരം, ഓർമ്മ എന്നൊരു എല്ലാവർക്കും ഉണ്ടല്ലോ, ഓർമ്മയും മറവിയും എല്ലാവർക്കും ഉണ്ട്. അവരുടെ പ്രിയങ്ങളോട് ഓർമ്മ കൂടും. ഞാൻ ചോദിക്കട്ടെ, 30 വർഷം കഴിഞ്ഞാലും ആദ്യ കാമുകൻ്റെ മുഖം മറക്കാൻ കഴിയുമോ? ഇല്ല, മറക്കാൻ കഴിയില്ല. അദ്ദേഹം തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ്. അല്ല, ഹസ്ബൻഡ് അല്ലാന്ന് വെച്ചോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഹസ്ബൻഡ് കേൾക്കുന്നുണ്ട്, സത്യമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വിടാം. എൻ്റെ ആദ്യ കാമുകിയോ എൻ്റെ ഭാര്യയല്ല. 30 വർഷം കഴിഞ്ഞാലും ആദ്യ കാമുകിയുടെ മുഖം മറക്കാൻ കഴിയില്ല.
30 വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇങ്ങനെ ഈ 2 വശങ്ങളിൽ മുടിയൊക്കെ പിന്നിയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് നിന്ന സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ, ആ ഫോട്ടോ ഇപ്പോൾ ഇരട്ടവാലൻ പുഴു തിന്നു തീർത്തു വന്നിരിക്കട്ടെ, എങ്കിലും ആ ഫോട്ടോ നിങ്ങൾക്ക് ഇനി ഒരു 30 വർഷം കൂടി കഴിഞ്ഞ് കിട്ടിയാലും നിങ്ങളുടെ ചെറുമകളോടോ ചെറുമകനോടോ ഇതാ ഈ പിറകുവശത്ത് രണ്ടാമത് നിന്ന് മാഞ്ഞു പോയില്ലേ, ഇതാണ് നിൻ്റെ അമ്മൂമ്മ നിന്ന ഇടം എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിന് പ്രത്യേക ഓർമ്മയൊന്നും വേണ്ട. പണ്ട് ക്രിക്കറ്റ് കളിച്ച് നടന്ന സ്ഥലം ഇന്ന് അവിടെ എത്രയോ രൂപമാറ്റങ്ങൾ വന്ന് കാണും. എങ്കിലും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് 40 വർഷങ്ങളോളമായെങ്കിൽ ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളോടൊപ്പം പോകുമ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്നത് എന്ന് പറയും. ഇന്ന് അവിടെ സ്വിമ്മിംഗ് പൂളാണ്. അത് സ്വാഭാവികമായി നമ്മളിൽ ഉണ്ടാകുന്ന ചില അനുരണനങ്ങളാണ്. എന്നാൽ ചിലത് നെഞ്ചോടടിക്ക് പിടിക്കാത്തത് ഓർമ്മ വരില്ല. എന്നെ കേൾക്കുന്ന ആളുകളിൽ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മെമ്മറിയിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ദർ ഇസ് എ ഷോർട്ട് കട്ട് ടു ഗെറ്റ് മെമ്മറി. ഓർമ്മശക്തിക്ക് ഒരു എളുപ്പവഴി കൂടിയുണ്ട്. അത് TCDI എന്നതാണ്. TCDI. സിനിമ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ പറയൂ. ചിത്രം കണ്ടിട്ടുണ്ടോ? ചിത്രം ഒരുപാട് വർഷമായില്ലേ? ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ, മോഹൻ ഇപ്പോൾ ജീവിക്കാനൊരാഗ്രഹം തോന്നുന്നു, അതൊക്കെ ഓർമ്മയുണ്ട്. ന്യൂസ് പേപ്പർ ഏതാ വായിക്കുന്നത്? മനോരമ. ഇന്നലത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിലെ ഹെഡ്ലൈൻ എന്തായിരുന്നു? ഓർമ്മയില്ല. നോക്കൂ, 20 വർഷം മുമ്പ് കണ്ട സിനിമ ഓർമ്മയുണ്ട്, ഇന്നലെ വായിച്ച പത്രത്തിൻ്റെ ഹെഡ്ലൈൻ ഓർമ്മയില്ല. വൈ? നിങ്ങൾക്കല്ല, ആരോട് ചോദിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പലരും പറയുന്നത്. അതിനൊരു ഉത്തരമേ ഉള്ളൂ, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല. നിങ്ങൾ സിനിമ കണ്ടപ്പോൾ തമാശയൊക്കെ വന്നപ്പോൾ അടുത്തിരുന്ന ആളുടെ തൊടയിലടുക്ക കൈയടിച്ച് ചിരിച്ചു. സങ്കടം വന്നപ്പോൾ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ മോഹൻലാൽ ചോദിച്ചപ്പോൾ കർച്ചീഫ് എടുത്ത് ആരും അറിയാതെ പയ്യെ കണ്ണൊക്കെ തുടച്ചു. ടെൻഷൻ വന്നപ്പോൾ യു ആർ സിറ്റിംഗ് ഓൺ ദ ചെയർ, മോളിൽ കയറിയിരുന്നു, പുറകിലിരുന്ന ആൾ തലയിലിട്ട് അടിച്ചപ്പോഴാണ് താഴ്ന്നിരുന്നത്. പിന്നെ ആ പ്രണയരംഗങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കും വരും ഒരു സമയം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. You are creating a total and continuous dedicated involvement with the movie which is called TCDI. ഇന്ന് ദ മെമ്മറി സയൻസ് ഓഫ് മെമ്മറി ആയിട്ട് ചർച്ച ചെയ്യുന്ന പേരാണത്. പൂർണ്ണവും സമഗ്രവും നിരന്തരവുമായ ലയനം TCDI സാധിച്ചു. പത്രം വായിച്ചപ്പോൾ പത്രം ആ TCDI ഇല്ല. നമുക്ക് കുറച്ചുകൂടി ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കിപ്പോൾ 95 വയസ്സായി എന്ന് വിചാരിക്കൂ. നിങ്ങൾക്കറിയാം എനിക്ക് 10-30 വയസ്സായേ ഉള്ളൂ എന്നറിയാം. എന്നാലും എനിക്ക് 95 വയസ്സായി എന്ന് വിചാരിക്കൂ. എൻ്റെ 5ാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മ മരിച്ചു പോയത് എന്നും കരുതൂ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് ഇപ്പോൾ എത്ര വർഷമായി?